الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ ജീവിക്കുവാനും അതോടൊപ്പം ഈ ലോകത്തോട് വിട പറയുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. അൻ ആയിഷത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അദ്വമുഹു വ ഖല്ല, എത്ര കുറവാണെങ്കിലും സ്ഥിരമായി നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളത്. ഇതേപോലെ ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ രൂപത്തിലുള്ള ഇതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. കൈഫ കാന അമലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, കാന അമലുഹു ദീമതൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര കുറവാണെങ്കിലും അത് സ്ഥിരമായി കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ പ്രിയപ്പെട്ടവരെ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ എന്ത് ചെയ്യണം? ഇബാദത്തിൽ നീ മുഴുകണമെന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞത്, നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നീ ഇബാദത്തുകളിൽ പരിപൂർണമായി മുഴുകുക. നമുക്കൊക്കെ പരിചയമുള്ള ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. അപ്പൊ മരണം വരെയും അല്ലാഹുവിനുള്ള ഇബാദത്തുകളുമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കൃത്യമായ നല്ല നിയ്യത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ, ചെയ്യുന്നത് എത്ര കുറവുള്ളതാണെങ്കിലും അതിനെ സ്ഥിരമാക്കി കൊണ്ടുപോകുന്ന രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അമലുകൾക്ക് ചാൻസ് കിട്ടുമ്പോൾ അതിന്റെ വിശാലതയോ അതിന്റെ വലുപ്പമോ അതിന്റെ വ്യാപ്തിയോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. അമലുകൾ നല്ലതാണോ അത് കൃത്യമായി കൊണ്ട് ചെയ്യുക, ചെയ്യുന്ന കർമ്മങ്ങളെ സ്ഥിരതയായി കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.